إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 267-ാമത്തെ ആയത്ത് ദാനധർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അവതരിച്ച ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കൂ, മിൻ തയ്യിബാത്തി, നല്ലതിൽ നിന്നും, മാ കസബ്തും, നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിന്നും നല്ലത് ചെലവഴിക്കൂ, വമിമ്മാ അഖ്റജനാ ലക്കും, നാം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് തന്നതിൽ നിന്നും, മിനൽ അർളി, ഭൂമിയിൽ നിന്നും കൃഷി മുഖേന നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്നതിൽ നിന്നും നല്ലതിൽ നിന്നും വേണം നിങ്ങൾ ചെലവഴിക്കാൻ എന്നാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. വലാ തയമ്മമൂ, നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കരുത്, അൽ ഖബീസ, ചീത്തയായതിനെ, മിൻഹു, അതിൽ നിന്നും, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾ ചീത്തയായതിനെ മാറ്റിവെക്കരുത്, അല്ലെങ്കിൽ സ്വരൂപിച്ചു വെക്കരുത്. തുൻഫിഖൂന, ചെലവഴിക്കുന്നതിന് വേണ്ടി, പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചീത്തയായത് ഒരു കൂട്ടി വെക്കരുത് എന്നാണത് പറഞ്ഞതിന്റെ പൊരുൾ. വലസ്തും ബി ആഖിദിഹി, വലസ്തും, നിങ്ങളല്ല, ബി ആഖിദിഹി, സ്വീകരിക്കുന്നവരല്ല, അല്ലെങ്കിൽ എടുക്കുന്നവരല്ല, ഇല്ലാ അൻ തുഖ്മിലൂ ഫീഹി, കണ്ണടച്ചുകൊണ്ടല്ലാതെ, ഇല്ലാ അൻ തുഖ്മിലൂ, കണ്ണടച്ചുകൊണ്ടല്ലാതെ, ഫീഹി, അതിൽ, നിങ്ങൾ അങ്ങേയറ്റം അതൃപ്തിയോടുകൂടി കണ്ണടച്ചുകൊണ്ടല്ലാതെ സ്വീകരിക്കാത്ത ഒരു സാധനം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരന് വേണ്ടി, അവർ പാപങ്ങളായതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന ശക്തമായ താക്കീതാണ് അല്ലാഹു നൽകുന്നത്. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹു, നിശ്ചയം അല്ലാഹു, ഖനിയുൻ, അവൻ സമ്പന്നനാകുന്നു, അവൻ നിരാശ്രയനാകുന്നു, ആരെയും ആശ്രയമില്ലാത്തവനാകുന്നു, ഹമീദുൻ, അവൻ സ്തുത്യർഹനുമാകുന്നു, സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ സ്വീകരിക്കാത്ത അത്രയും നീചമായ മോശപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും ദാനധർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പാടില്ല. നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും, നിങ്ങളുടെ കൃഷിയിൽ നിന്നും നിങ്ങൾ ഏറ്റവും നല്ലതിനെ, തയ്യിബായതിനെ വേണം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ദാനധർമ്മം ചെയ്യാൻ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.